ഹായ് എവരിവൺ, PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേയിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളം ഔദ്യോഗിക ചിഹ്നങ്ങൾ. കേരളത്തിലെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല. സംസ്കൃതത്തിൽ സുവർണകം, രാജവൃക്ഷം, ചതുരംഗുല, ദീർഘഫല, കൃതമാല, നിബ്രേന്ദ്ര, കർണികാരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പുഷ്പമാണ് കണിക്കൊന്ന. സംസ്കൃതത്തിൽ സുവർണകം, രാജവൃക്ഷം, ചതുരംഗുല, ദീർഘഫല, കൃതമാല, നൃപേന്ദ്ര, കർണികാരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പുഷ്പമാണ് കണിക്കൊന്ന. ഇന്ത്യൻ ലേബേണം എന്നറിയപ്പെടുന്നത് കണിക്കൊന്നയാണ്. ഇന്ത്യൻ ലേബേണം എന്നറിയപ്പെടുന്നത് കണിക്കൊന്നയാണ്. തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷവും കണിക്കൊന്നയാണ്. തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷമാണ് കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിലുള്ള മൃഗം ആനയാണ്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിലുള്ള മൃഗം ആനയാണ്. ആനകളെക്കുറിച്ചും പരിപാലന രീതികളെക്കുറിച്ചും വിവരിക്കുന്ന ഗ്രന്ഥമായ ഹസ്ത്യായുർവേദം രചിച്ചത് പാലകാപ്യമുനിയാണ്. ആനകളെക്കുറിച്ചും പരിപാലന രീതികളെക്കുറിച്ചും വിവരിക്കുന്ന ഗ്രന്ഥമായ ഹസ്ത്യായുർവേദം രചിച്ചത് പാലകാപ്യമുനിയാണ്. പാലകാപ്യം എന്നറിയപ്പെടുന്നതും ഈ ഹസ്ത്യായുർവേദം എന്ന ഗ്രന്ഥമാണ്. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം 1992. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത് 1992. കേരളത്തിൽ നാട്ടാന പരിപാലന നിയമം നിലവിൽ വന്നത് 2003. കേരളത്തിൽ നാട്ടാന പരിപാലന നിയമം നിലവിൽ വന്നത് 2003. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് കോടനാട് എറണാകുളം, കോന്നി പത്തനംതിട്ട. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് കോടനാട് എറണാകുളം, കോന്നി പത്തനംതിട്ട. കേരളത്തിലെ നാട്ടാന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. കേരളത്തിലെ നാട്ടാന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. ആനകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടക. ആനകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടക. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയമാണ് പത്തനംതിട്ട ജില്ലയിലെ ഗവി മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയമാണ് പത്തനംതിട്ട ജില്ലയിലെ ഗവി മ്യൂസിയം. കേരളത്തിലെ എലിഫന്റ് റിസർവുകളാണ് വയനാട്, നിലമ്പൂർ, പെരിയാർ, ആനമുടി. കേരളത്തിലെ എലിഫന്റ് റിസർവുകളാണ് വയനാട്, നിലമ്പൂർ, പെരിയാർ, ആനമുടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്നത് വയനാട് എലിഫന്റ് റിസർവിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്നത് വയനാട് എലിഫന്റ് റിസർവിലാണ്. കേരളത്തിൽ ഗജദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 4. കേരളത്തിൽ ഗജദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 4. ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2010. ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2010. ആനയെക്കുറിച്ചുള്ള വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് സഹ്യന്റെ മകൻ. ആനയെക്കുറിച്ചുള്ള വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് സഹ്യന്റെ മകൻ. ആനകളെക്കുറിച്ച് സംസ്കൃത ഭാഷയിലുള്ള ആധികാരിക ഗ്രന്ഥമാണ്
തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് രചിച്ച മാതംഗലീല. ആനകളെക്കുറിച്ച് സംസ്കൃത ഭാഷയിലുള്ള ആധികാരിക ഗ്രന്ഥമാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് രചിച്ച മാതംഗലീല. കേരളത്തെ കൂടാതെ കർണാടകം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗവും ആനയാണ്. കേരളത്തെ കൂടാതെ കർണാടകം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗവും ആനയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോണിസ്. വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോണിസ്. കേരളത്തെ കൂടാതെ അരുണാചൽ പ്രദേശിൻ്റെയും ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തെ കൂടാതെ അരുണാചൽ പ്രദേശിൻ്റെയും ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളാണ് ഇവയുടെ ആവാസ കേന്ദ്രം. മലേഷ്യയുടെ ദേശീയ പക്ഷി വേഴാമ്പലിന് തന്നെ ഒരു ഇനമായ റൈനോസറസ് ഹോൺബില്ലാണ്. മലേഷ്യയുടെ ദേശീയ പക്ഷി റൈനോസറസ് ഹോൺബിൽ. 2015 35 ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പലായിരുന്നു. 2015 35 ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് നൂസിഫെറ. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് നൂസിഫെറ. കേരവൃക്ഷം, കേരളത്തിൻ്റെ കൽപ്പവൃക്ഷം എന്നിങ്ങനെ അറിയപ്പെടുന്നതും തെങ്ങാണ്. കേരവൃക്ഷം, കേരളത്തിൻ്റെ കൽപ്പവൃക്ഷം എന്നിങ്ങനെ അറിയപ്പെടുന്നതും തെങ്ങാണ്. കേരളം നാളികേര വർഷമായി ആചരിച്ചത് 2008. കേരളം നാളികേര വർഷമായി ആചരിച്ചത് 2008. മാലിദ്വീപിൻ്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ്. മാലിദ്വീപിൻ്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. കരിമീൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്നതും കരിമീനാണ്. പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്നതും കരിമീനാണ്. കേരള സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചത് 2010-11. കേരള സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചത് 2010-11. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളെക്കുറിച്ചാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.